നമുക്ക് രണ്ട് ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഒന്ന് നമ്മൾ സാധാരണ വായിക്കാറുള്ള 1 കൊരിന്ത്യർ 11-ാം അധ്യായം, അതിൻ്റെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് തുടങ്ങുന്ന താഴത്തുള്ള വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചത്. നിങ്ങൾ കേൾക്കുകയും ചെയ്തതിനാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി കുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. നമുക്കറിയാം, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നടന്ന സംഭവമാണ് വിശുദ്ധനായ പൗലോസിന് ആര് വെളിപ്പെടുത്തി കൊടുത്തത്? കർത്താവിൽ നിന്ന് പൗലോസ് പ്രാപിച്ച് എഴുതുക. കാരണം ഇതിന് ആള് സാക്ഷിയല്ല, പക്ഷെ ആള് പ്രാപിച്ചിട്ട് എഴുതുക. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാണ്. അത് ഏത് ദിവസമാണ് സംഭവിച്ചത്? എന്നാൽ പെസഹയുടെ ദിവസമാണ് സംഭവിച്ചത്. പെസഹ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് പെസഹ? എന്താണ് പെസഹ? അതൊരു വീണ്ടെടുപ്പ്, ഒരു യാത്രയാണ്. എക്സോഡസ് എന്ന വാക്കിനകത്ത് പുറപ്പാടെന്നാണ്. ആ പുറപ്പാടെന്ന് പറയുന്ന ആ കാര്യത്തിന് നിദാനമായി നടന്ന ഒരു സംഭവമാണ് പെസഹ എന്ന്, പാസ്ഓവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ പദം. ആ പെസഹയുടെ ദിവസം എന്താണ് പെസഹ എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർക്ക് അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുക. ആ രക്ഷിക്കാൻ വേണ്ടി അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരാടിനെ എടുക്കണം, ആടിനെ എന്ത് ചെയ്യണം? ഇറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആടിന്റെ ആ രക്തം എന്ത് ചെയ്യണം? അതായത് ഇഷ്ടിക ധാരാളമുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഈജിപ്ത്. അവരെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? ഇഷ്ടിക ഉണ്ടാക്കുക. ആ ഇഷ്ടികയുള്ള വീടിന്റെ വാതിലിൽ ആ മോളില് രക്തം ഒഴിക്കും. അപ്പൊ രക്തത്തിന് തുള്ളികളൊക്കെ ആ താല്പര്യം 2 സൈഡിൽ അതിങ്ങനെ ഒഴിച്ച് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീട് കാണുമ്പോൾ സംഹാരദൂതൻ ആ വീടിന്റെയില്ല. അന്ന് രാത്രി അവര് ആ കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ആ കുഞ്ഞാടിന് ഒരു അറുത്തു, അവര് അപ്പം കഴിച്ചു. ഇത് തുടർമാനമായിട്ട് ആഘോഷിക്കണം, അല്ലെങ്കിൽ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചു. അതാണ് കാണിക്കുന്നത്. സംഭവിച്ച കാര്യം ഇങ്ങനെയാണ്. അവരുടെ ശ്രദ്ധിക്കുക, കർത്താവ് പറഞ്ഞത് ആരൊക്കെ അനുസരിച്ചോ ആ വീടുകളിൽ മുഴുവൻ അവർ ഈ രക്തം എന്ത് ചെയ്തു? തെളിക്കാനിട്ടിട്ട്. തെളിക്കാത്ത ഭവനങ്ങൾ, ഇങ്ങനെ കാണുന്ന ഭവനങ്ങളെ എന്ത് ചെയ്തു? ഈ സംഹാരദൂതൻ എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്ത് മാറി മാറിപ്പോയി. ആ വീടുകളിലൊന്നും മരണം സംഭവിച്ചു. ഒരു കുഞ്ഞാടിനെ കാണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈജിപ്തിൽ നിന്ന് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഇസ്രായേൽക്കാര് അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് പാപത്തിൽ നിന്നും ഒരു രക്ഷയുടേതായ കാര്യത്തിലേക്ക് ലോകജനത്തെ ദൈവം മാറ്റി വന്നിട്ടുണ്ട്. അതല്ല, ഒന്നുകൂടി പറഞ്ഞാൽ, ഈജിപ്തിലെ ഇരുട്ടുള്ള സമയത്ത് ഒരു പുറപ്പാട്
പുറപ്പാടിന്റെ ആരംഭം കൊടുത്തത്, സത്യത്തിൽ അടിമത്വത്തിൽ നിന്ന് മാറ്റിയത് യേശു ക്രിസ്തു ആകുന്ന എന്ത് നിമിത്തമാണ്? കുഞ്ഞാടിന്റെ രക്തം നിമിത്തം. ഹല്ലേലൂയ. ഈ ഒരു ചിത്രം ഒന്ന് നോക്കണം. നിങ്ങൾക്കറിയാം, ആദ്യത്തതിൽ ഒരു ആടിനെ കാണാം, ഒരു ആളെയും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ ഇത് എവിടെയാണ്? മോറിയ മലയിൽ. അബ്രഹാമിനോട് പറഞ്ഞു, തന്റെ ഏകജാതന, തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ ഞാൻ കാണിക്കാൻ, മോറിയ ദേശത്ത് കാണിക്കാനിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗമർപ്പിക്കണം. മോൻ ചോദിക്കുന്നുണ്ട്, വിറകുണ്ട്, എന്തുണ്ട്, എന്തൊക്കെയുണ്ട്? വിറകുണ്ട്, മറ്റെല്ലാം ഉണ്ടല്ലേ, പക്ഷെ ആരില്ല. യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചു. അപ്പോ എന്താ അബ്രഹാം മറുപടി പറഞ്ഞത്? ദൈവം കരുതിക്കൊള്ളു. ദൈവം ആരെയും കരുതിയത്? വാളെടുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കാം. അപ്പൊ അവന് മനസ്സിലായി മൃഗമില്ല എന്ന് അവന് മനസ്സിലായി. കാരണം എന്താ? വിറയാർന്ന കരങ്ങളെ കൊണ്ട് തൻ്റെ കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് ആ യാഗ പീഠത്തിൻ്റെ മേലെ ആരെ കയറ്റി കിടത്തി? ഇസാക്ക് ഒരു ചെറുപ്പക്കാരനല്ല, 10-18 വയസ്സുള്ള പയ്യനാന്ന് പറയുന്നത്. ഏകദേശം ഏതപണ്ഡിതന്മാർ പറയുന്നു, ഈ പ്രായമായ 118 വയസ്സുള്ള അപ്പൻ, 100 വയസ്സിലാണ് കുട്ടിയുണ്ടായത്, 18 വയസ്സിൽ 118 വയസ്സില്ലേ? 118 വയസ്സായ അബ്രഹാമിനും 18 വയസ്സായ ആ കുട്ടിക്ക് ആൾക്കാർക്ക് ശക്തി. അവന് എഴുന്നേറ്റ് ഓടാനൊക്കെ പറ്റില്ലേ? ഓടിയില്ല. അവന് മനസ്സിലായി ഞാനാണ്. അങ്ങനെ വാളെടുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുന്നു. അരുത്, ബാലന്റെ മേൽ കൈവയ്ക്കും. നോക്കാൻ പോകുന്നത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന ഒരു ആട്ടുകൊറ്റനുണ്ട്. അതിനാക്കാൻ ഇത് കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. എത്ര അധ്യായത്തില്? 22. അതിനു മുമ്പ് ഒരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഒരു രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ടോ? യാഗമാണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം ആദം പാപം ചെയ്തപ്പോൾ, അവർ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ യാഗം നടന്നു എന്നവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അനിമൽ സ്കിൻ, ആടിന്റെ തോലൊന്നും അവിടെ എഴുതിയിട്ടില്ല, ഒരു മൃഗത്തിന്റെ തോല് കൊണ്ട് പിടിച്ചു. യാഗമാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിനെ കൊന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു യാഗം എന്തിനാവശ്യമാണ്? പാപമോചനത്തിന് ആവശ്യം. അടിമത്വത്തിൽ വിടുവിക്കപ്പെടുവാൻ ഒരു യാഗം ആവശ്യമാണ്. അത് ആദ്യം ഒരു വ്യക്തിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ഇസഹാക്കിന് വേണ്ടി. ആർക്ക് വേണ്ടി? ഇസഹാക്കിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പകരക്കാരനായ ആട് അറുക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതിനൊന്ന് മുതൽ താഴെയുള്ള വാക്യം വായിച്ചു. ഒരാൾ വായിച്ചു. അവിടെയാണ് എന്താണ് നടന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെവിരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേൽ കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. മതി, തൽക്കാലം അവിടെ നിർത്തണം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇപ്പൊ നമ്മൾ വായിച്ചത് ആ ഭാഗം ഒന്ന് കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ദൈവം ഈ മോശയോടും അഹ്റോനോടും പറയാ,
ഈ മാസമായിരിക്കണം. ഒരു കലണ്ടർ കൂടി ഉണ്ടാക്കണം. ശ്രദ്ധിക്കണേ, ഒരു കലണ്ടർ ഉണ്ടാക്കാം, പുതിയ കലണ്ടർ. ആർക്കു വേണ്ടിയുള്ള കലണ്ടർ? തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കലണ്ടർ ഉണ്ടാക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ മാസം. ഈ പറഞ്ഞ ദിവസം ഇതാണ് ഫസ്റ്റ് ഡേ. എന്ത് ചെയ്യണം? ഈ മാസത്തിൻ്റെ എത്രാമത്തെ ദിവസം? 10-ാം തീയതി എന്ത് ചെയ്യണം? ഒരാടിനെ എടുക്കണം. ഓരോ വീട്ടുകാരും ഒരാടിനെ എടുക്കും. ഓരോ വീട്ടുകാരും. ഞാൻ അപ്പസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യം ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുക. അപ്പസ്തലപ്രവൃത്തി പറയുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കർത്താവ് ഇസ്ഹാക്കിനെ പകരക്കാരനായി. ഇപ്പൊ ഒരു കുടുംബത്തിന് പകരക്കാരനാവാം. കേൾക്കണം, ഒരു കുടുംബത്തിന് പകരക്കാരനാവാം. ഒരു ആടിനെടുക്കും. എന്നിട്ട് ആടിനെടുത്തിട്ട്, അപ്പോൾ ഉദാഹരണം, ഇപ്പൊ ഞാൻ തീരെ പാവപ്പെട്ടവനാന്ന് വെക്കി. ഇപ്പൊ പീറ്റർ ബ്രദർ ഒരു പാവപ്പെട്ടവനാന്ന് വെക്കി, ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാം. ഒരു വലിയ ആടിനെടുക്കാൻ പറ്റുമോ? ആള് പറയാറുണ്ട്, ശരി കുഞ്ഞാടിനെ നോക്കി എടുത്തോളാം. എന്നാൽ ഒരു 12 പേരുള്ള വീടാണെങ്കിലോ ഒരു വലിയ ആടിനെ എടുക്കും. ഇനി ഭയങ്കര പണക്കാരാണെങ്കിലോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആടിനെ നോക്കുമ്പോൾ കുഞ്ഞാടുണ്ട്, അപ്പുറമുള്ള ആടുണ്ട്, ഒരു വയസ്സായ ആടുകൾ നോക്കി നോക്കുന്നു. ഒരു വയസ്സിലെ ആട് ഭയങ്കര ആടായിട്ട് നിൽക്കാം. ഇതിനാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ കണ്ടീഷൻ? വലിയ ആടാണെങ്കിൽ ആടിനനുസരിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തം കിട്ടാ. ആടെന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുവിനെ എത്രയധികം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രയധികം ആൾക്കാരെ കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള വാക്തത്തോടെയുണ്ട്. വലിയ ആടാണെങ്കിൽ തിന്നാൻ പറ്റുന്നോളം ആൾക്കാരെ ശേഖരിക്കാനാണ് പറയണേ. വീട്ടുകാർ മാത്രമല്ല, അയൽവക്കാരും വിളിക്കാം. അപ്പൊ അതുകൊണ്ട് വിശ്വാസം കൂടുതലുള്ളവർ എന്ത് ചെയ്യണം? പറയും നിങ്ങൾ എന്നോട്. വലിയ ആടിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ വിശ്വാസം ഉണ്ടാവുന്നവർക്ക് ഒരു പ്രൊഫസി എവിടെ ഉണ്ടെന്ന്. അവർക്ക് അയൽവക്കാരെയും നാട്ടുകാരെയും നിങ്ങളുടെ സ്നേഹിതരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നിങ്ങളുടെ ആടിന്റെ വലിപ്പം വർദ്ധിച്ചാൽ നിങ്ങൾക്ക് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി മൂന്നാമതൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അത് യെശയ്യാ 53 പറയുന്നത്. അത് ആരെ കുറിച്ചാണ്? ഈ കുഞ്ഞാടിനെ കുറിച്ചാണ് പറയണേ. അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിന്റെ പോലെ അവൻ അവനൊന്നും മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. അറുക്കപ്പെടുന്ന കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം. ഇനി പുതിയ നിയമത്തിൽ ഇത് മുഴുവൻ ഈ 3 കാര്യം, ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിലെ ആ അനിമൽസ് കിങ്, 22-ാം അധ്യായത്തിലെ ഇസ്ഹാക്കിന്റെ യാഗത്തിന് വേണ്ടിയുള്ള വിളിക്കൽ, അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം അതിൽ പറയുന്ന 14-ാം തീയതി അറുക്കപ്പെട്ട കുഞ്ഞാട്, അത് കഴിഞ്ഞ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം. ഇനി പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് ഈ കുഞ്ഞാട് ആരാണ്. അത് ആ ദിവസമാണ് പറയുന്നത്. ആ ദിവസമാണ് കർത്താവ് പറയുന്നത്, എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്ന രക്തം നിങ്ങൾ പാനം ചെയ്യണം. ഇവിടെ അത് എഴുതിയിരിക്കുന്ന ഈ വാക്യം ഒന്ന് വായിച്ച്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ വരുന്നതെന്ന് പറയുവാനിടയിൽ. ഹല്ലേലൂയ. ഇനി അതിന്റെ 19-ലും കിടക്കുന്നുണ്ട്. പക്ഷെ വേറൊരു വാക്യം നമുക്ക് വായിക്കാം. ഒന്ന് വായിച്ചോ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 കൊരിന്ത്യസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിക്കും. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പഴയ പുളിമാവും മേയിച്ചുകൊണ്ടിരിക്കുന്നത്
മാറ്റിക്കളണം. പിന്നെ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിൽ 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ പറയുക. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ സ്നാപയോഹന്നാൻ പറയുകയാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുക, നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവാണ് ആര്? പെസഹ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. എനിക്കിന്ന് ഈ കർത്താവിൻ്റെ മേശയുടെ മുമ്പിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ കർത്താവായ യേശു ക്രിസ്തു ആണെന്നതിന് എന്താണ് തെളിവ് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇത് ആണ്ടുകൾ തോറും ആചരിച്ചിരുന്നു. യഹൂദന്മാർ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? യഹൂദന്മാർ വലിയ വിശേഷതയുള്ള ജനമാണെന്ന് നമുക്ക് യുദ്ധം കണ്ടിട്ട് മനസ്സിലായി അല്ലേ? അവരെ ടെക്നോളജിയും കാര്യങ്ങളും. പക്ഷെ നമ്മളെക്കാൾ മിടുക്കന്മാരാണോ? ആത്മീയമായി നമ്മളെക്കാൾ മിടുക്കന്മാരാണോ? അല്ല. എന്തുകൊണ്ടാണ്? അവർ കർത്താവായ യേശുവിനെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നമ്മളാണ് ബ്ലെസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ. കാരണം എന്താ? തോമസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് ചെയ്തു. കാണാതെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ വിശ്വസിച്ചവരല്ലേ, ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചവരല്ല. ഹല്ലേലൂയ. അർത്ഥത്തിൽ ആത്മീയമായി നമുക്ക് വളരെ ജ്ഞാനമുണ്ട്, അറിവുണ്ട്, കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് വെച്ച് നോക്കിയാൽ യഹൂദന്മാർ നമ്മളെക്കാൾ ഇൻഫീരിയറാണ്. പക്ഷെ അവർ ബുദ്ധി കൊണ്ട് അവർ നമ്മളെക്കാൾ എന്താണ്? നമ്മളെക്കാൾ എന്നല്ല, ലോകത്തിലെ സകല ജനത്തെക്കാളും പ്രത്യേകതയുള്ളവർ. സ്തോത്രം. ബാംഗ്ലൂരിൽ നിന്ന് ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നത്, ബാംഗ്ലൂരിലുള്ള അത്രയും ജനം പോലും എവിടെയില്ല, അവിടെ ഇല്ല. സ്ഥലത്തിൻ്റെ വലിപ്പം കൊണ്ടും ഇതുകൊണ്ടും വളരെ കുറവുള്ള ജനമാണ്. പക്ഷേ അവരുടെ ബുദ്ധി എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 12-ാം അധ്യായത്തിൻ്റെ നമ്മൾ 21 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു. യോഹന്നാൻ 1:29-ലും 1 കൊരിന്ത്യർ 5:7-ലും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തു എന്ന് ഉറപ്പിച്ച് പറയുക. നമ്മൾ നോക്കണ്ട, നോക്കാൻ പോവാണ് ഈ യേശു ക്രിസ്തു ഈ കുഞ്ഞാടാണോ എന്ന്. ഒന്നാമത്തെ കാര്യം, ആ പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിന് 3-ാം വാക്യം വായിച്ചു. പുറപ്പാട് 12:3. സർവ്വസംഘത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണേ, എന്നെടുക്കാണ് പറഞ്ഞത്? ഒരാട്ടിൻകുട്ടി. എന്നാണ് എടുക്കാൻ പറഞ്ഞത്? ഓക്കെ, 10-ാം തീയതി എടുക്കാൻ പറഞ്ഞ അല്ലേ? 10-ാം തീയതി എടുക്കാൻ പറഞ്ഞു. അറക്കാൻ പറഞ്ഞെന്നാ? പൈസക്ക് താഴ്ത്തി 14. അപ്പൊ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം. കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ മത്തായി സുവിശേഷം 21-ാം അധ്യായം വായിച്ചു. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ചു. ഒലിവ് മലയരികെ ബേത്ത്ലേഹേമിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. തൽക്ഷണം അവൻ അവരെ അയക്കുകയും എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഡോങ്കിയെ, ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുപോയതിൻ്റെ 4-ാം ദിവസമാണ് കർത്താവായ യേശുവിൻ്റെ കാൽവരി ക്രൂശിതനാണ്. അത് 7 മാസം തന്നെ. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ദിവസം. ഈ 14-ാം തീയതി അവർ എന്തായിട്ട് ആഘോഷിക്കുന്നത്? പെസഹായിട്ട് ആഘോഷിക്കുന്നു. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾക്കുകയും ചെയ്തതെന്നാണ്. കർത്താവായ യേശുവിന് കാണിച്ചു കൊടുത്ത രാത്രി. ഈ സംഭവം മുതൽ ഈ സംഭവം വരെ 4 ദിവസമാണ്. 10-ാം തീയതി എടുക്കാൻ പറഞ്ഞു, 14-ാം തീയതി പറഞ്ഞു, അറക്കാൻ പറഞ്ഞു.
ഈ 4 ദിവസം ഒരു പ്രത്യേകതയോടെയുണ്ട്. എന്താ പ്രത്യേകത? കർത്താവിന് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? രാജാവിന് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വാഹനം മൃഗം വേണം. കുതിരയാകാം, ആനയാവാം, കഴുതയാകാം. കർത്താവ് ഏറ്റവും വിനയാന്യതനായി ഒരു കഴുതയെ തന്നെ സ്വീകരിച്ചു. കഴുതിയെ അഴിക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് അഴിക്കണം എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയണമെന്നാ പറഞ്ഞത്? എൻ്റെ കർത്താവിന്. അപ്പോൾ യേശുവിൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ട്. ആരാണ് യേശുവിൻ്റെ പേര്? കർത്താവ്. അവിടെ പറഞ്ഞിട്ടുണ്ട് രാജാവിന്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്, രാജാവിന്, യാഗത്തിന്. ആമേൻ. അതായത് അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ. അവൻ കർത്താവ്, അവൻ രാജാവ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം പറയാ, സകല കുഴിച്ച് സകല മഹത്വത്തിന് സകലത്തിനും അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. കേട്ടോ? അപ്പോൾ 4-ാമത്തെ ദിവസം, ഇത് 10 മുതൽ 14 വരെ. ഇവിടെ നോക്കുമ്പോൾ പെസഹയ്ക്ക് കൂടി 4 ദിവസം മുമ്പ് കർത്താവ് ആ രാജകീയ പ്രവേശനം ലഭിക്കുക. രാജാവായിട്ടല്ല, യാഗം ചെയ്യുവാനുള്ള കർത്താവിന്റെ അഭിഷേകം. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം എന്താ പ്രത്യേകത? ഈ എടുക്കുന്ന ആടിന് എന്തിടാൻ പാടില്ല? ഊനമറ്റതായി. എന്ന് പറഞ്ഞാൽ അതിന് മുറിവോ ക്ഷതവോ കുറവുകളോ ഇല്ലാത്തതായിരുന്നു. അത് കാണിക്കുന്നത് ഈ അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാട് എങ്ങനെയായിരിക്കണം? ഒരു കുറവുമില്ലാത്തവൻ, ഒരു ഊനമില്ലാത്തവൻ, ഒരു പാപമില്ലാത്തവൻ, പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു യാഗം ദൈവം ആഗ്രഹിക്കുന്നതാണ്. കർത്താവ് ചോദിച്ചു, എന്നിൽ ആർക്ക് പാപബോധം വരുത്തും? ഞാൻ ചെയ്ത പ്രവൃത്തികൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചിട്ട് എന്നിൽ ആർക്കെങ്കിലും കുറ്റബോധം വരുത്താൻ കഴിയുമോ? എൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാട് ആരാണ്? ഹല്ലേലൂയ. അത് നമുക്ക് ഇത് വായിക്കാം, പുതിയ നിയമത്തിലെ ഭാഗം വായിക്കാം. മറ്റേ നമ്മൾ വായിച്ചു പോയി 12:5 നമ്മൾ അതിൽ കാണുന്നു. പുതിയ നിയമത്തിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ രക്തം പോലെയല്ല, അത് വിലയേറിയ രക്തമാ, പാപമില്ലാത്ത രക്തമാ, പരിശുദ്ധമായ രക്തമാ. അത് ദൈവപുത്രനായിരിക്കുന്ന കർത്താവായ യേശു എന്ന കുഞ്ഞാടിന്റെ രക്തമാണ്. ഹല്ലേലൂയ. ഇനി അടുത്തത്, ഈ ആടിന് എത്ര എന്ത് പ്രായം വേണം? 1 വയസ്സ്. 1 വയസ്സ്. 1 വയസ്സുള്ള ആടിന്റെ പ്രത്യേകത എന്താ? 1 വയസ്സത്തെ ആടിന്റെ ആ ചുറുചുറു. ആടിനെ വളർത്തിയവരായിരിക്കും ഒരാൾ വളർത്തി. 1 വയസ്സുള്ള ആടെന്ന് പറഞ്ഞാൽ നല്ല നല്ല ആരോഗ്യം, നല്ല ചുറുചുറുക്കുള്ള ആടാണ് 1 വയസ്സുള്ള ആട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലോ നമ്മൾ പലരും കർത്താവിനെ കണ്ടെത്താൻ തന്നെ വളരെ വൈകിപ്പോയി. പിന്നെ ചിലരൊക്കെ റിട്ടയേർഡ് സ്റ്റേജ് വരെ. എന്തിന്? എനിക്ക് എൻ്റെ ഒരു ഇളപ്പൻ്റെ മോനുണ്ട്, അവൻ ഇൻഫോസിസിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞു അവന് ഈ പണികളൊക്കെ ചെയ്ത് മടുത്തു. അത് കാരണം അവൻ എന്താ വെച്ചാൽ ഒരു വഞ്ചി മേടിച്ചിട്ടുണ്ട്. വഞ്ചിയിലിടയ്ക്ക് ചാലക്കുടി പുഴയിൽ ഭയങ്കര തമാശക്കാരനാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവൻ്റെ കൂടെ ഇരുന്ന് നമ്മുടെ സമയം പോണെന്ന് അറിയില്ല. അവൻ കാടുകളും മലകളൊക്കെ നടന്നും സൈക്കിളിലൊക്കെ പോകുന്നതാണ് ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട അവൻ്റെ മനസ്സ്. കാരണം അവൻ വിചാരിക്കുന്നത് ഈ ജോലികൾ ചെയ്ത് മടുത്തു, ഇനി പ്രകൃതിയെ സ്നേഹിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ ശക്തിയും മുഴുവൻ എന്ത് ചെയ്യും? ചിലർ ഇംഗ്ലാം അതിനു വേണ്ടി, അത് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെല്ലാം പറയണ്ട. ചിലർ ഇംഗ്ലാം പിടിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ, വേറെ ചിലർ വിളിക്കുന്നത് BJPക്കായിരിക്കും, വേറെ ചിലർ വിളിക്കുന്നത് കോൺഗ്രസിനായിരിക്കും. അങ്ങനെയൊക്കെ ചിലർ നാസ്തിക മതത്തിനായിരിക്കും. എന്തിനൊക്കെ ജയി വിളിക്കുന്നത് ആർക്കറിഞ്ഞുകൂടാ. ചിലർ സ്കൂളിന് വേണ്ടി, സ്കൂൾ വിട്ട് വന്നാലും സ്കൂളിൻ്റെ കാര്യം, ഫാക്ടറി കഴിഞ്ഞ് വന്നാലും ഫാക്ടറിയുടെ കാര്യം, അന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് റിട്ടയർമെൻ്റ് ആവുമ്പോൾ അപ്പം ഇങ്ങനെ മരണത്തെക്കുറിച്ചൊക്കെ പേടി കൊടുക്കും. അപ്പം ഞാൻ അംഗീകാരമുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ആരാധന ചോദിച്ചു,
ഈ കരിമ്പിൻ്റെ ജ്യൂസ് കഴിച്ചവരാരൊക്കെ? എത്ര പേര് കഴിച്ചിട്ടുണ്ട്? കൈ നോക്കിക്കോ. നീയും കഴിച്ചിട്ടുണ്ട്. എവിടുന്ന് ഈ മോളിൽ നിന്ന് കിട്ടണ കരിഞ്ഞിരുന്നു. അതുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നാ പോണതെന്നാ നാളെ അപ്പോൾ ഈ മെസ്സേജ് കഴിഞ്ഞ ആഴ്ച പറയണ്ടായിരുന്നു. കൊനൂർക്ക് പോണ വഴിയിലോ നമ്മുടെ ഇവിടെ 2 സ്ഥലത്തും കരിമ്പ് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏത് സമയത്ത് കരിമ്പിൻ ജ്യൂസ് എന്താ കാരണം അറിയാമോ? കാലാവസ്ഥ മാറി, ചൂട് കൂടി. അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രം എടുത്ത് മാറ്റും, മഴ കഴിഞ്ഞ് ഉടനെ വരും. ഈ കരിമ്പ് ജ്യൂസ് എങ്ങനെ എടുക്കണമെന്ന് ആദ്യം തന്നെ ഈ നീളത്തിലുള്ള സാധനം കയറ്റും. ഈ സൈഡാണ് കയറി പോകും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചാറ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അതിനെ 2ആയിട്ട് മടക്കിയിട്ടാണ് കയറ്റം. പിന്നെ 3ആയിട്ട് 4ആയിട്ട് 5ആയിട്ടൊക്കെ മടക്കി പിന്നെ അവസാനത്തെ ഇതിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചെറുനാരങ്ങയുടെ കഷ്ണവും ഒരു ഇഞ്ചിയും കൂടി ഇട്ട് ആണ് ഭയങ്കര ആശ്വാസം. നിങ്ങൾ അതിനപ്പുറത്ത് ഈ കരിമ്പ് കണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ള ഈ ചാറൊക്കെ എടുത്ത് കഴിഞ്ഞുള്ള കരിമ്പ് കണ്ടോ? അതിങ്ങനെ നമ്മുടെ ഈ മുരിങ്ങാക്കോല് ശരിക്ക് എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞിട്ടുണ്ട്, മുരിങ്ങാക്കോല് തിന്ന് സാധാരണ ചില ഇങ്ങനെ വലിച്ച് അങ്ങനെയല്ല, ചവച്ച് തിന്ന് കഴിഞ്ഞിട്ട് ഇത് താട്ടിക്കിടുമ്പോൾ ജീവൻ വയ്ക്കണം എന്ന് പറയണം. അങ്ങനെ പരിശീലിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് പരിശീലിച്ചോളണം. അതായത് അത് ഫുള്ളായിട്ട് നീങ്ങുമ്പോൾ പിന്നെ പതുക്കെ നീങ്ങും. അതുപോലെ ഈ സാധനം കിടക്കണതാണ്. ചിലവർ ലോകത്തിന് വേണ്ടി, സ്കൂളിന് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ചോരയും നീരൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവസാനം ചണ്ടി പോലെ ആവുകയാണ് ആർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നിൽക്കുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രായാധിക്യം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ആൾക്കാർ കർത്താവ് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കർത്താവിന് വേല ചെയ്യണം. അങ്ങനെ കർത്താവിന് വേല ചെയ്യാനാണോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്? പ്രായമായൊരു പ്രയാസപ്പെടേണ്ട. നിങ്ങളുടെ യൗവനം പുതുക്കി വരത്തക്കവണ്ണം പ്രാർത്ഥിച്ച ദൈവം നിങ്ങൾ ഉപയോഗിക്കും. എനിക്ക് കഴിഞ്ഞ ആണ്ടുകൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് ആരും ക്ഷീണിക്കേണ്ട. ഡയബറ്റിക് എന്ന് വിചാരിച്ച് സീനസ് ഒരു പ്രയാസപ്പെടേണ്ട. ഒന്ന് തീരുമാനമെടുക്ക്. അപ്പം അറിയാൻ പറ്റും ആരോഗ്യം എങ്ങനെ തിരിച്ചു വരേന്ന്. ഞാൻ നിങ്ങളോട് പറയാം, ആരോഗ്യം എങ്ങനെ തിരിച്ചു വരാൻ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ നിങ്ങൾക്ക് ചോരയും നീരും കൂടുതലായി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതേ 1 വയസ്സെന്ന് പറഞ്ഞപ്പോഴേ ഇതിലേക്ക് പോയിട്ടാ നല്ല യൗവനക്കാരനായിരിക്കും. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ഈ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരാൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് എത്ര വയസ്സെന്ന് അറിയുമോ? എത്ര വയസ്സെന്ന് അറിയുമോ? 30 വയസ്സാണ്. കർത്താവ് യേശു 30 വയസ്സ് അടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷിക്കാൻ. ഹല്ലേലൂയ. നല്ല യൗവനക്കാരൻ, നല്ല യൗവനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പണി നിമിത്തി നോക്കിയാൽ ആ ആട് 1 വയസ്സ് പ്രായമായ ആടെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ ലൂക്കാസ് സുവിശേഷം 3:23 പറയുമ്പോൾ അവിടെ പറയുന്നു യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ 30 വയസ്സിനടുത്താണ് വായിച്ചത്. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞാടിന് ആരോഗ്യമുള്ള യൗവനത്തിന്റെ അവസ്ഥ പോലെ തന്നെ കർത്താവ് നല്ല യൗവനത്തിന്റെ സമയത്താണ് ഈ യാഗത്തിനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നത്. അടുത്തത് നമുക്കറിയാം, കർത്താവായ യേശു ഒരു മനുഷ്യനായിരുന്നു, ഒരാണായിരുന്നു. പണിനിമിത്തിൽ ഈ പുറപ്പാട് ദിവസം 12:5 പറയും, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഈ യാഗമൃഗം ഒരു ആണായിരുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാമോ? രണ്ടാമധ്യായം 7-8 വാക്യം. ദാസരൂപമെടുത്ത് മനുഷ്യനായി കണ്ടോ, ഒരു മനുഷ്യ സാദൃശ്യത്തിലായി. ആമേൻ. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക, 2 തമ്മിൽ താരതമ്യം. വീണ്ടും നോക്കണം. ഈ പുറപ്പാട് പുസ്തകം നമ്മൾ 12-ാം അധ്യായത്തിൽ 3-4 വാക്യം പറയുമ്പോൾ അവർ ഓരോ വീടും എന്നാ പറയണം. ഓരോ വീട്ടുകാരും എന്ത് ചെയ്യണം? ആടിനെടുക്കും. ഓരോ വീട്ടുകാരും സ്വന്തമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓരോ വീട്ടുകാരും എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഓരോരുത്തരും ആരെ സ്വീകരിക്കണം? ഈ ആടിനെ സ്വന്തമാക്കണം.
കേട്ടോ? ഒരു വീട്ടിൽ ഇത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് യേശു വിശ്വസിക്കുന്നു, നീ നിനക്കൊരു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചോദ്യം. കർത്താവ് പറഞ്ഞു ഓരോ ആടിനെയും എടുക്കണം, അതിനെ നോക്കണം, സൂക്ഷിക്കണം, അറക്കണം. ആ വീട്ടിലുള്ള കൊച്ചു കുട്ടികളുണ്ടായിരുന്നു ഇല്ലേ? ആ വീട്ടിലെ കുടുംബനാഥയേക്കാൾ വിശ്വാസത്തിൽ കുറവുള്ളവരും ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സംഹാരദൂതം കടന്നു പോകുമ്പോൾ, ഈ രക്തം കാണുമ്പോൾ ആ വീട്ടിലുള്ളവരെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ ആദ്യാതൻ മരിച്ചില്ല. അതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയുന്നു, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിത്യജീവനിലേക്ക് പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാനൊരു ആലോചന നിങ്ങളോട് പറയുകയാണ്. അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ശക്തമായി കർത്താവിന് വേണ്ടി ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എന്തുണ്ട്? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കേട്ടോ? അത് സ്വർഗത്തിൽ പോകാനുള്ള പ്രൊട്ടക്ഷൻ എന്ന് പഴയ നിയമം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ആപത്തടത്തിൽപ്പെട്ട് നശിച്ച് മരിച്ചു പോകാതിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണമേ ഞാൻ ഈ പറഞ്ഞത്. അതായത് അവർ നശിച്ച് പോകാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ വിശ്വസിക്കുന്ന മാതാവിനോ പിതാവിനോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്നു ഓരോ വ്യക്തികളും, വീട്ടിലുള്ള ഓരോ വ്യക്തി. പുതിയ 1:12 എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട്. അവിടെ ഒരു വാക്കാണ് എനിക്ക് വേണ്ടത്. എന്ത് വാക്ക്? ഏവർക്കും ആര് വിശ്വസിച്ചാലും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് ഈജിപ്തുകാർ പലരും ഇവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അയൽവക്കാരോട് സുവിശേഷം പറഞ്ഞപ്പോഴേ, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇങ്ങനൊരു സംഭവം വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഞങ്ങളും കൂടി വീട്ടിൽ വരട്ടെ. വന്നോ, നിങ്ങൾ വന്നോ. അങ്ങനെ അയൽവക്കാരും ബന്ധുക്കളും ഒക്കെ കൂടിയ കൂട്ടമുണ്ടായിന്ന്. വിശ്വസിച്ചാൽ അങ്ങനെ വേണം. പുതിയ പറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ കാണാൻ കഴിയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ അയാൾ മാത്രമല്ല, അയാളുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാര്, സബോർഡിനേറ്റ്സ്, ജോലിക്കാരും ഒക്കെ കൂടി പ്രാർത്ഥിക്കുന്ന സ്ഥലം എവിടെയാണ്? കൊർന്നേലിയസിന്റെ വീട്ടിൽ. അവിടെയുള്ള സകലരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്നാണ് വചനം വായിക്കുന്നത്. സ്നാനം വിലക്കുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാ പത്രോസ് ചോദിച്ചത് ശ്രോതോസില്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവം അവൻ കത്തോലിക്കനാണ്, ബന്ധുക്കോസുകാരാണ്, യാക്കോബായക്കാരനാണ്, ഇവ ഹിന്ദു ആണ്, മുസ്ലിം ആണെന്നൊന്നും കർത്താവ് നോക്കില്ല. എന്താണ് റിക്വയർമെന്റ്? അത് മീറ്റ് ചെയ്യണം. നമ്മുടെ കർത്താവിലേക്ക് എങ്ങനെ വന്നത്? ഇസ്രായേൽ കർത്താവിനെ ധിക്കരിച്ചപ്പോൾ ജാതികളായിരുന്ന നമുക്ക്, നമ്മളുടെ അവിടെ പുരാതന കത്തോലിക്കർ എന്നൊക്കെ പറയാം. ഈ കത്തോലിക്കരായിരുന്നവരും ഈ യാക്കോബായക്കാരായിരുന്നവരും ഈ വലിയ ഞങ്ങൾ ബ്രാഹ്മണന്മാരും ഞങ്ങൾ പൊട്ടന്മാരും ഏത് പട്ടണിന്ന് വന്നാലും എന്ത് തന്നെയാണ്? ഇസ്രായേൽ ഒഴിച്ച് ബാക്കിയല്ല അത് തന്നെ എന്താണ്? ജാതികളാണ്. അവർ തമ്മിലുള്ള പാരമ്പര്യത്തിൽ വല്ല കഥയുണ്ടോ? വല്ല കഥയുണ്ടോ? സമ്പത്തിൽ വല്ല കഥയുണ്ടോ? ഒരു കഥയുമില്ല. അങ്ങനെ സകലം ഒഴിവാക്കി ഒരു പുൽത്തൊഴുത്തിൽ, അതായത് ഒരു കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചെയ്യുന്ന പുൽത്തൊട്ടിയിൽ കിടത്തി അവിടെ നിന്ന് ജീവിച്ച് വളരെ കഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്ത് മരാശാരിയായിട്ട് ജോലി ചെയ്ത് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു കൊടുക്കുന്ന കർത്താവ് അത്രത്തോളം താഴ്മെങ്കിൽ നമ്മുടെ താഴ്മ ഇവിടെ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏവർക്കുമായ വാതിൽ തുറന്നു. അതാണ് അടുത്ത പ്രത്യേകത. ഇവിടെ ആ സ്ഥലത്ത് പറഞ്ഞത്, ഈ സ്ഥലത്ത് പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, 14-ാമത്തെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? അത് നിസാൻ മാസം എന്നൊരു ജൂയിഷിന് യഹൂദന്മാർക്ക് ഒരു കലണ്ടറിന് ഉണ്ടാക്കി. ആ ദിവസം മുതൽ കലണ്ടറുണ്ട്. അതിൻ്റെ 14-ാം ദിവസം അതാണ് പാസ് ഓവർ, അതാണ് പെസഹ. ആ രാത്രി തന്നെയാണ് കർത്താവ് ചെയ്യുന്നത്, പിടിച്ചു കൊണ്ടുപോയത്. ഹല്ലേലൂയ. അത് നമ്മൾ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അടുത്തത് ഇവർക്കൊരു പ്രത്യേകത. എന്താ പ്രത്യേകത അറിയാം? ഇവർക്കൊരു നിയമം ഉണ്ടായിരുന്നു. ഇവർ ഈ ആടിനെ കൊല്ലുമ്പോൾ ഇതിൻ്റെ എല്ലൊന്നും ഒടിക്കാൻ പാടില്ലെന്നാണ്. എല്ലൊന്നും അങ്ങനെയാണ് അവർ ആടിനെ കൊല്ലണത്. എന്നിട്ട് പിന്നെ യാഗമായിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇസ്രായേൽക്കാർ മുഴുവൻ എന്ത് ചെയ്യും? അവർ
പെസഹയുടെ ദിവസം മാത്രമല്ല എല്ലൊടിക്കാ അവരുടെ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറയൂ, ഞങ്ങൾ വീട്ടിൽ ആ ദിവസം മാത്രമാണോ ആടിൻ്റെ മാംസം കഴിക്കണം, മട്ടൻ കഴിക്കണത്? അല്ല, അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമല്ലേ. ഞാൻ യു പി ചെന്നപ്പോൾ അവർക്ക് ഈ പശു പോത്തൊന്നും കഴിക്കില്ല. അവരെന്ത് കഴിക്കും? ആട്. ഞാൻ 250 രൂപയ്ക്ക് ആട് കിട്ടി. ഇവിടെ ഞാൻ 750 രൂപ കൊണ്ടിട്ട് ആട്ടിറച്ചി വിൽക്കുന്ന തനിക്ക് വരുമ്പോൾ ഇങ്ങനെ മുഖം മറച്ച് പോകണ ആളാ ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആടിന് 200 രൂപ കിട്ടും. ഒരാടിന്. ആട് മേടിക്കാൻ ചെന്നവർ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം മാംസം കഴിക്കുന്നവരോട് ദേഷ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബുധനാഴ്ച ചന്തയിൽ ഏതെങ്കിലും മൂലയിലായിരിക്കും ആടിനും കോഴിനും കിട്ടുന്നത്. അവിടേക്ക് ചെറു മീനും ആടും കോഴി മേടിക്കാൻ ചെല്ലണവരെ അവരങ്ങോട്ട് അറപ്പോടുകൂടി നോക്കണം. എന്തെങ്കിലും ആവട്ടെ, നമുക്കറിഞ്ഞുകൂടെ ഇതിൻ്റെ രുചി എന്താന്ന്. അതുകൊണ്ട് പോയിട്ട് അതൊക്കെ മേടിച്ച് ഞങ്ങൾ അത് കറിയൊക്കെ വെച്ച് ഇവിടുന്ന് പോകണം. 14 അംഗ സംഘത്തിന് നല്ല കുക്കുമാരുണ്ട്. വലിയ ഭയങ്കര വിദ്യാഭ്യാസവും ഡോക്ടറേറ്റുള്ള ആരുമില്ല. വയസ്സും ചെറുപ്പക്കാരും ആരുമില്ല. അവർക്ക് ഇപ്പോൾ അറസ്റ്റുകാരെ തല്ലോ മറ്റൊരു ഇടിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെറുപ്പക്കാരും ഇല്ല. പിന്നെ 14 പേരുടെ മൊത്തം വയസ്സ് കൂട്ടിയിട്ട് അതിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 51 വയസ്സാണ്. അപ്പോൾ എന്തോരം ചെറുപ്പക്കാരുണ്ട്? 51 ഏറ്റവും ആവറേജ് കിട്ടിയാണ്. ഒരാളെങ്ങാനുണ്ട് 30 വയസ്സിന് അടുത്തുള്ള. ബാക്കി 14 പേരിൽ 74-75 വയസ്സ് മുതൽ ഉള്ള ആൾക്കാരാണ് ഈ പോയത് മുഴുവൻ യു പിയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, അവരിടയ്ക്ക് മട്ടൺ കഴിക്കുമായിരുന്നു. ആര്? യഹൂദർ. അപ്പോൾ സ്ത്രീകളാണല്ലോ കുക്ക് ചെയ്യുന്നത്. അവർ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, എല്ലൊടിക്കാറില്ല. അതൊരു നിയമം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളുണ്ട്. ഇപ്പം പറയാൻ സമയമില്ല. ഒരു കാര്യം, കർത്താവായ യേശു ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. ഇവർക്കൊരു കാര്യമുണ്ട്. ഈ ശബത്തിന്റെ തലേദിവസമാണ് ക്രൂശിക്കുന്നതെങ്കിൽ ഈ ആളെ ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മരിച്ചിരിക്കണം. അങ്ങനെ കർത്താവായ യേശു ഇങ്ങനെ നോക്കി മരിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ, 3 പേരല്ലേ കിടക്കണേ. ആദ്യത്തെ കള്ളൻ നോക്കിയപ്പോൾ ഈ കള്ളൻ കണ്ണൊക്കെ തുറന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ മരിക്കാറായിട്ടില്ല. ഉടനെ ഇവ എന്ത് ചെയ്യുന്നറിയാമോ? കാലിങ്ങനെ, ഞാൻ ഇംഗ്ലീഷുകാർ മുട്ടുകാരല്ല, ശരി കണ്ണക്കാല തന്നെയാണ്. കാല് തല്ലി പിടിക്കും. എന്തിനാ കാല് തല്ലി പിടിക്കുന്നത്? എന്താ പറഞ്ഞു നേരിട്ട് പറഞ്ഞു. അതായത് ഈ ക്രൂശ് മരണമാണെങ്കിൽ അതിന് ഒത്തിരി അടിയും കുത്തും ഒക്കെ കിട്ടുമെങ്കിലും മരിക്കുന്നത് ശ്വാസം മുട്ടിക്കും കേട്ടോ. അതായത് ശ്വാസം മുട്ടലുള്ള ശ്വാസതടസ്സമുള്ള ആരെങ്കിലും ശ്വാസം മുട്ടലുള്ള ആരെങ്കിലും അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ശ്വാസം മുട്ടലുണ്ടോ? ആരെങ്കിലും ശ്വാസം മുട്ടലുണ്ട്? ചെറുതായിട്ടുണ്ടോ ജോജന്? ഇല്ല. ശ്വാസം മുട്ടൽ വരുമ്പോൾ ഓരോ ശ്വാസം മുട്ടലും ഒരു മരണപ്രയാസമാണ് ഇത് ശ്വാസം മുട്ടലുള്ളവർ എന്നോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ കുരിച്ച് കിടക്കുന്നത് മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയാം? ആദ്യം ഇനി അത് പൊട്ടിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടുകൂടിയാണ് മരിക്കും. ആദ്യത്തെ ആളെ അടിച്ചു. യേശുവിനെ നോക്കിയപ്പോൾ ഒരു ജീവനും കണ്ടില്ല. എന്നാൽ അവിടെ കിടക്കട്ടെ യേശുവിന് ഇപ്പുറത്തെ ആളെ അടിച്ചു. 2 പേര് മരിച്ചു. നോക്കിയപ്പോൾ യേശു നേരത്തെ മരിച്ചു പോയി. ഒറ്റയിലും. അപ്പൊ പെസഹ കുഞ്ഞാടിന്റെ എല്ലും കൂടിയില്ല. ഇവിടെ കർത്താവായ യേശുവിന്റെ എല്ല് ഒന്നുപോലും കൂടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ഇത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അതായത് ഈ ആദിജാതന്മാരാണ് മരിച്ചുപോയി, ശരിയല്ലേ? ആരുടെ? അനുസരിക്കാത്തവരുടെ ആദിജാതന്മാരൊക്കെ മരിച്ചു. കൂട്ടക്കരച്ചിലായി ഈജിപ്തിനോട്. അത് മാത്രമല്ല, അവരുടെ മൃഗങ്ങളുടെയും ആദിജാതന്മാർ വെച്ചു, ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ 2 പട്ടിയുണ്ട് നോക്കി. അതിൽ മൂത്ത പട്ടി എന്ത് ചെയ്യും? മരിക്കും. അപ്പം മൃഗസമ്പത്തിലും മരണം, കാറ്റ്സ് ഉണ്ടെങ്കിൽ കാറ്റിൻ്റെ ഇതിലും മരണം, കോഴി ഉണ്ടെങ്കിൽ കോഴിയിലും മരണം, എല്ലാത്തിലും മരിക്കും. അങ്ങനെ നിയമം എന്ന് പറഞ്ഞാൽ ആദിജാതനെ കാണിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ആ ജാതിയെ മുഴുവനാണ്. ഇവിടെ മരിച്ചതാര്? ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളിൽ ആദിജാതനാകേണ്ടത്. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം നിമിത്തം ഈ എന്ത് സംഭവിച്ചു? ആദ്യ ആ കുടുംബങ്ങൾ മുഴുവൻ രക്ഷയിലേക്ക് വരികയാണ്. വിശ്വസിക്കുന്നവരൊക്കെയും ഒരാളെ വന്ന് മൂത്ത ആൾക്കാരെ വന്നത്, ഏറ്റവും മൂത്ത ആൾ. അത് കാണിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ പുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി യാഗമാകുന്ന നിമിത്തം എല്ലാ കുടുംബങ്ങളിലും രക്ഷ വരുവാനായിട്ട് കർത്താവ് അവസരം ഒരുക്കിയിട്ടില്ല.
സ്തോത്രം. ഇതിലെ വചനം പറയും, ദേഹം എന്ന തിരശീല ചിന്തുക നിമിത്തം നമുക്ക് പുത്ര സ്വീകാര്യം നൽകിയിരിക്കുന്നു എന്ന വചനം പറയുന്നു. അപ്പോൾ 12-ാമത്തെ 12-13 വാക്യത്തിലാണ് ഈ പറയുന്നത്, ആദിജാതന്മാരെയാണ് സംഹരിക്കുന്നത്. എന്നാൽ നമുക്ക് വായിക്കാം പുതിയ പുസ്തകത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യം ഒരാൾക്ക് എടുക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇനി 2 കൊരിന്ത്യർ 5:21 വായിച്ചു. അതുകൊണ്ട് തിരുവഴുത്തിൻ പ്രകാരം ഇങ്ങനെ എല്ലാം ചെയ്തു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ഇസ്രായേൽക്കാർക്ക് വേണ്ടി, തൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഒന്നും ആ വചനത്തിൽ പറയുന്നത്, തൻ്റെ ജനത്തിനുണ്ട്. ആ ജനം സ്വീകരിക്കാതിരുന്നപ്പോഴാണ് ആർക്ക് വന്നത്? ജാതികൾക്ക് വന്നത്. അവിടെ നമ്മൾ കാണുന്നത് ആദിജാതന്മാരായിരിക്കുന്ന, ആദ്യ ആൾക്കാരായിരിക്കുന്ന ഇസ്രായേലിൽ വന്നു. പിന്നീട് ആ ശുശ്രൂഷ എന്ന് പറയുന്നത് സകല ജാതികൾക്കും വന്നു. ആദ്യജാതൻ ഇസ്രായേലിലെ ജനത്തെ വിടിവിക്കാനായി ആദിജാതന്മാരെ സംഹരിക്കാതെ ഇസ്രായേലിനെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വന്നതുപോലെ കർത്താവ് ആദ്യജാതനായി നടന്നത്. ഏകപുത്രൻ ആരായിട്ട് മാറി? ആദ്യജാതൻ. ജനിച്ചപ്പോൾ യേശു എങ്ങനെയായിരുന്നു? മറിയത്തിൻ്റെ ആദ്യജാതൻ. കർത്താവിൻ്റെ ഏകജാതൻ. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഏകജാതനും മറിയത്തിൻ്റെ ആദ്യജാതനും. കേൾക്കണം, രണ്ടർത്ഥത്തിലും എന്തായി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പദവിക്ക് യോഗ്യനായി. സ്തോത്രം. ഇനി ചിന്തപ്പെട്ട രക്തത്തെക്കുറിച്ചുള്ള ഒരു കാര്യം അത് നോക്കണം. അതായത് ഈ പുറപ്പാട് തന്നെ 12:7 12:13 പറയുന്നു, ഈ യേശുവിൻ്റെ രക്തം എവിടേക്ക് തളിക്കണമെന്ന് പറഞ്ഞു? ആ വീടിൻ്റെ കട്ടളപ്പടിയിലും കുറുമ്പടിയിലേക്ക് തളിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ പൊക്കി എന്ത് ചെയ്യുന്നു? യേശു ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ആരാകുന്നു. പല അവകാശവാദം പറഞ്ഞല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം. ഞാൻ ആരാകുന്നു? ഞാൻ വാതിലാകുന്നു. ഇല്ലേ? ഞാൻ വാതിലാകുന്നു. ഈ വാതിലിന്മേൽ ഈ രക്തം പറ്റാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് പറഞ്ഞു ഞാനാകുന്നു വാതിൽ, എന്നൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. യേശുവാണ് വഴിയും സത്യം ജീവനും. അപ്പൊ ഈ വാതില് രക്തത്തിന്റെ പെയിന്റ് ചെയ്ത വാതിലാ. യേശു ക്രിസ്തുവിന്റെ രക്തം വഴിയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. റോമലേഖനം 5:9 വാക്യം. നമ്മളെ കോപത്തിൽ നിന്ന് രക്ഷിച്ച് സംഹാര ദൂതിൽ നിന്ന് രക്ഷപ്പെടുത്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്കൊരു പ്രവേശനം നൽകിയിരിക്കാൻ സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. അടുത്തത് 9 എബ്രായ ലേഖനം 9:22. 9:22. 9:22. എബ്രായ ലേഖനം 9:22. കണ്ടോ, സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ എന്നല്ല പറയണത്. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തൻ്റെ അതിന് ശുദ്ധീകരിക്കാൻ എന്തിൻ്റെ ആവശ്യമുണ്ട്? രക്തത്തിൻ്റെ ആവശ്യമുണ്ട്. അതാ രക്തത്തോടുള്ള ബന്ധം. ഇനി ഇതൊന്ന് നോക്കിയേ. അതായത് ഈ പാസ്ഓവർ, ഈ പെസഹ കാണിക്കുന്നത് ഇസ്രായേലിൻ്റെ അടിമത്തിൽ നിന്ന് ജനം എന്ത് ചെയ്തു? ഈജിപ്തിൻ്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ ജനം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് അല്ലേ? ഇവിടെ പെസഹ കുഞ്ഞാടായി കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? നമുക്ക് സ്വാതന്ത്ര്യമാണ് തരുന്നത്. ഏതിൻ്റെ സ്വാതന്ത്ര്യം? പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം.
അതെങ്ങനെയും സ്വാതന്ത്ര്യം കിട്ടാം? ഈ ബുധനാഴ്ച വന്ന ആൾ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര കുടീനായിരുന്നു കണ്ടു. ഇടിവളയെ കിട്ടട്ടാ, മറ്റേ ഇടിവള എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കണം. ഈ ഇടിവള എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ സാധനത്തിന് ഇടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ കൊള്ളോടത്ത് കൊണ്ട് കഴിഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടും. അതന്നെ ഇടിവളയും ചങ്ങലയും ഇയാളെന്ന് പറഞ്ഞാൽ ഇതിട്ടുകൊണ്ട് നടന്നിരുന്നേന്ന്. ഇതിട്ടുകൊണ്ടാണ് ധ്യാനത്തിന് പോയത്. ഇടിവളയും ചങ്ങലയും 7 പേര് കൂടി പോയി, 6 പേരും ചാടിപ്പോയി. ഇവൻ മാത്രമായി ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഉറക്കം വന്ന് എല്ലാ ദിവസവും ഓരോ കുപ്പി കള്ളു കുടിച്ചിരുന്നു. 1 ലിറ്റർ, ഒരു കുപ്പിയല്ല 1 ലിറ്റർ കള്ളു വെച്ച് കുടിച്ച് 6 ദിവസം കുടിച്ചിട്ട് പിറ്റേ ദിവസമാണ് പോയത്. മറ്റേ ഹാങ് ഓവറും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പണ്ട് പട്ടപ്പണ്ട അങ്ങനെ കള്ളല്ല കേട്ടാ. ഈ കള്ളിൽ പാലക്കാട് ഭാഗത്തു നിന്നുള്ള സാധനം കൂടി ചേർത്ത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യല്ലാണ്ടാവും. ആ സാധനം കുടിച്ചുകൊണ്ട് ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുക. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിക്കും. ഈ വാക്കാൻ കിട്ടി. ഇത് വായിച്ചു തുടങ്ങി, കാര്യങ്ങൾ വായിച്ചു തുടങ്ങി. അങ്ങനെ വായിച്ച് ഇവൻ പറഞ്ഞു 2 കാര്യം ഞാൻ ചെയ്യില്ല. അവർ പെന്തിക്കോസ്ത് പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കും, യേശുവിനെ സ്നേഹിക്കും. പക്ഷെ നിങ്ങളുടെ പരിപാടിയിലൊന്നും നടക്കില്ല, കൈയടിക്കില്ല, ഒന്നും ചെയ്യില്ലാമോ. ശരിയെന്ന് പറഞ്ഞു. ഇവനെ കൊണ്ടുപോയ ആള് വിളിയോട് 5:30 വന്ന് വീട്ടിൽ കാവലിൽ കിടക്കുക. ഇവനും കൊണ്ട് ആരാധനയ്ക്ക് പോയി. അങ്ങനെ ആരാധനയ്ക്ക് പോയി പറയുക. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷ്യങ്ങൾ പറയാൻ സമയമുണ്ടോ? പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചു, ഈ പ്രായമായ ഒരു പാസ്റ്ററാണേ, ഈ പാസ്റ്ററാണ് ഇയാൾ അടിച്ചു ഓടിച്ചത്, കൊല്ലാൻ ഓടിപ്പിച്ചപ്പോൾ ഇയാൾ പാവം കോളേജിൻ്റെ ഉള്ളിൽ ചെന്ന് കയറി. അപ്പോൾ ഇയാളോട് ക്ഷമ ചോദിക്കണം. ആ സമയത്ത് വേറെ ഒരു ക്ഷമിക്കാനുള്ള ഒരു ഓർമ്മ പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇത് മാത്രമേ ഓർമ്മയില്ല. ഉടനെ തന്നെ ചോദിക്കുന്നു, പാസ്റ്റർ ഞാൻ പാസ്റ്ററിനെ ഉപദ്രവിക്കാനും തല്ലാനും വന്നതല്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് ഈ ചെറുപ്പക്കാരൻ. ഉടനെ പാസ്റ്ററും കരയുന്നു, സഭ മുഴുവൻ ഭയങ്കര കരച്ചിലായി പോയി. എന്നിട്ട് പിന്നെ ഇയാൾ ഈ മണ്ണടിക്കുക മറ്റുള്ള ലോറിയിലൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഫോട്ടോനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കയ്യൊക്കെ തീരെ വലിപ്പുണ്ട്, മസിലൊക്കെ. ഇതെന്തിനാണെന്നറിയാമോ? ഇയാൾ ഈ കാശ്, ഈ മണ്ണിൻ്റെ ലോഡിൻ്റെ പൈസ, അങ്ങനെയുള്ള പൈസ കിട്ടുന്നത് എവിടെ വെച്ചാണെന്നറിയോ? ബാറി വെച്ചാൽ ഈ പൈസ കിട്ടും. നീ വാടാ, ആ ബാറി വാടാ, അവിടെ തരട്ടെ, ഞാൻ ഇവിടെ ഉണ്ടടാ. അപ്പോൾ അവിടെ ചെല്ലും. ഇവിടെ ചെല്ലുമ്പോൾ പണ്ട് കാലത്ത് കുടിയല്ലേ ഇരുന്നേ. ഇവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ പ്രലോഭനം വരാം. നിർത്തിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ആൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ കർത്താവ് ബാറൊന്നും നിർത്തി കിട്ടിയില്ല. 4 ദിവസത്തേക്ക് ഇലക്ഷൻ പ്രമാണിച്ച് ബാറ് നിർത്തി. പുള്ളി പിന്നെ പുള്ളിക്ക് ആ ദൈവസ്നേഹം നിമിത്തം ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, കർത്താവ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ ബാർ തുറക്കാണ്ട് 6 മാസക്കാലം ബാറ് തുറക്കാണ്ടിരുന്നു. ഇവിടെ നമ്മുടെ സഹവാസം പറയും ബാറ് തുറക്കാതിരുന്നത് പ്രാർത്ഥിക്കും. 6 മാസക്കാലം ബാറ് തോന്നില്ല. കുടിയന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ തന്നെ ചെന്നും കൊണ്ട് ബാറ് തുറക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. 6 മാസം പുള്ളി പറയുന്നറിയോ? അപ്പോൾ നമുക്ക് ചോദിക്കും, 6 മാസം കഴിഞ്ഞ് തുറന്നില്ലേ നിങ്ങളുടെ ദൈവത്തിന്? പുള്ളി പറയും ഈ 6 മാസം കൊണ്ട് ആണ് പറഞ്ഞത്. നിങ്ങൾ കേൾക്കണേ, ഈ 6 മാസം കൊണ്ട് കൂടുതൽ മീറ്റിങ്ങുകൾ പോകാനും, കൂടുതൽ വചനം വായിക്കാനും, കൂടുതൽ പ്രാർത്ഥിക്കാനും, കൂടുതൽ ചീത്ത കൂട്ടുകെട്ടുകൾ വരാതിരുന്നതുകൊണ്ട് എനിക്ക് ആ മദ്യപാനത്തിൻ്റെ ആസക്തി എന്ന ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി. ഹല്ലേലൂയ! നമുക്ക് എങ്ങനെ നേരെയാവാൻ പറ്റാ? ദൈവകാര്യങ്ങളിൽ മനഃപൂർവ്വമായി ചെല്ലുക, മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുക, മനഃപൂർവ്വമായി വചനം വായിക്കുക, മനഃപൂർവ്വമായി കർത്താവിനോട് വേല ചെയ്യുമ്പോൾ ആ ശക്തി, പാപത്തിന്റെ ശക്തി വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നറിയോ, ഇത് യേശുക്രിസ്തുവിന്റെ യാഗം നിമിത്തം നമുക്ക് പാപത്തിൽ നിന്നും മോചനം കിട്ടുക മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുതൽ കിട്ടും. ഹല്ലേലൂയ! അവസാനത്തെ ഒരെണ്ണം കൂടി എന്നാ ഡെയിലി ബ്രെഡ്. ഞാൻ ചോദിക്കട്ടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നൊരു പ്രാർത്ഥന നമ്മൾ കത്തോലിക്കരായിരിക്കുമ്പോൾ ചെല്ലാറുണ്ടല്ലോ. ആ പ്രാർത്ഥന ചെല്ലാമോ? അറിയില്ലേ? അപ്പോൾ ഉറക്കം മതി, അവിടെ നിന്ന് അന്നു വേണ്ടുന്ന ആഹാരം. അപ്പൊ അന്നു കിട്ടണം, അല്ല അന്നല്ലേ കിട്ടേണ്ടത്? സംശയമുണ്ടോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുറന്നു വെച്ചാൽ ഏത് മോള് അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി. ഒരാൾക്ക് വേണ്ടത് കഞ്ഞിയാണെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി പുട്ട്, വേറൊരാൾക്ക് മന്തി തന്നെ കാലത്ത് വേണം, വേറൊരാൾക്ക് അത് വേണം, ഇത് വേണം. കർത്താവ് വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുറന്നു വെച്ച് ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കല്ലേ? ആണോ?
ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം തന്നെ പറയാം. അതായത് ഡെയിലി ബ്രെഡ് എന്നൊരു ബുക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? പോയിന്റ് ബുക്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാക്യം കിട്ടും. അപ്പം നമ്മൾ നേരെ ചെന്ന് മേടിക്കാം. 365 ദിവസത്തെയും വായിക്കേണ്ട കാര്യം അതിന് ഇൻസൈറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പലരും കറിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എവിടെ വയ്ക്കും? ഫ്രിഡ്ജിൽ വയ്ക്കും. അതുപോലെ ഇയാൾ 365 ദിവസം മുമ്പ് ജനുവരി 1-ാം തീയതി എഴുതിയത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. 2ാമത്തെ ദിവസം കയറ്റി വെച്ചു. അങ്ങനെ 365 ദിവസത്തെ കയറ്റി വെച്ചത് ഡീപ് ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്ക് തരണത്. അതാണ് നമ്മൾ ഇൻസ്റ്റന്റ് ഫുഡ് പോലെ ഈ ഡെയിലി ബ്രെഡ് വാങ്ങിച്ച് വാങ്ങിയത് അല്ലേ? അത് ഫ്രഷാണോ? അത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഡെയിലി ബ്രെഡ് തരാൻ കർത്താവ് തയ്യാറാ. അതിന് ഡെയിലി കർത്താവിന്റെ സന്നിധി പ്രാപിക്കാം. ഡെയിലി കർത്താവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഡെയിലി ഞാൻ നിങ്ങൾക്ക് തരാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ചിന്തിച്ചു നോക്കണം. അവിടെ പറയാ പാസ് ഓവർ ലാമിന്റെ സമയത്ത് പറയാ, പെസയുടെ എന്ന് പറയാ, ഈ കുഞ്ഞാടിനെ അർത്ഥം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ മാംസമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാം? നിങ്ങൾ കഴിക്കണം. കഴിച്ചിട്ട് പരമാവധി മുഴുവൻ തീർക്കണം എന്ന് പറയണം. ചിലർക്ക് കൊതി കാരണം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഫുൾ മന്തിയ ഓർഡർ ചെയ്യും. ഒരു 2 പ്ലേറ്റ് കഴിയുമ്പോഴേക്കും എന്താവും? വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ 2 ചിക്കൻ പീസൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും വയറ് നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വല്ലതും കഴിക്കാൻ പറ്റുമോ? ഈ പാക്ക് ചെയ്യും. പണ്ട് ഈ പാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. പാക്ക് ചെയ്ത് നമുക്ക് അവർ തരും. ഇതുപോലെ കർത്താവ് കാര്യം പറഞ്ഞു. ഈ കുഞ്ഞാടിനെ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാം കൂടി തിന്നണം. ഇനി വല്ലതും ബാലൻസ് വെച്ചാലോ? വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എവിടെ ചെയ്യണം? നഗരത്തിന് പുറത്ത്. ഹല്ലേലൂയ. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും കൂടി കഴിക്കണം. അപ്പം വേണ്ടേ? അപ്പത്തിൻ്റെ പ്രത്യേകത എന്താ? എന്ന് പറഞ്ഞേ, എന്താ പ്രത്യേകത? ഈസ്റ്റ് ഇട്ടതാണോ ഈസ്റ്റ് ഇടാത്തതാണോ? ഈസ്റ്റ് ഇടാത്തത്, പുളിപ്പില്ലാത്തത്. പുളിപ്പില്ലാത്ത പറഞ്ഞാൽ ഉപദേശത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാത്ത നിർമ്മലമായ ആത്മീയ ഉപദേശം. അതാ ബ്രെഡ്. അത് കഴിക്കണം പറയണ. കൂട്ടലും കുറയ്ക്കലൊന്നും പാടില്ല. പാപം ചെയ്യാൻ സൗകര്യത്തിന് കുറച്ച് കൂട്ടാം, കുറച്ച് കുറയ്ക്കാം. ഇതൊന്നും പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ ഈ ചിന്തയ്ക്ക് വേണ്ടി നിന്നപ്പോൾ സമയത്ത് ഞാൻ നോക്കി ഇവർ ഉപയോഗിച്ചിരുന്ന ബ്രെഡ് എങ്ങനെയാണ്. യഹൂദന്മാർ പെസയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബ്രെഡ് എങ്ങനെയാന്ന് നോക്കി. നമ്മുടെ ഈ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ പണ്ട് ഒറ്റ കേക്ക് ഉണ്ടായിരുന്നു. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന ഒറ്റ കേക്കേ ഉള്ളൂ. എന്ത് കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ കേക്കിൻ്റെ പുറത്ത് നല്ല വെള്ള ഐസൊക്കെ ഇട്ട ഒരു കേക്ക്, അത് കുറച്ച് ഫ്ലവറുകളൊക്കെ ഉണ്ടാവും. അല്ലാത്ത കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് കേക്ക്, നമ്മളുടെ മുന്തിരി കൂടിയിട്ട് പ്ലം കേക്ക് പോലത്തെ കേക്ക്. ഇന്നല്ലേ എന്തെല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ വലിയ കേക്കുകളല്ലേ? അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ? അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവരുപയോഗിച്ചിരുന്ന ബ്രെഡ് എങ്ങനെയാണ് ഞാൻ നോക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇത് നമ്മളെ ഈ ഒരു മാർബിൾ കേക്ക് എന്ന് പറഞ്ഞ കേക്കില്ല. എന്താ പ്രത്യേകത? അതിലിങ്ങനെ ഇടയ്ക്ക് ഒരു ഡിസൈൻ പോലെയൊക്കെ നിന്നാണ്. ഇതുപോലെ അന്നുണ്ടാക്കുന്ന ബ്രെഡ്, അവരുപയോഗിച്ചിരുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ രക്തത്തിൻ്റെ കറ പോലെ ഇങ്ങനെ ഒരു ചില ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ, അതുപോലത്തെ ഒരു ബ്രെഡാണ് അവർ സാധാരണ അങ്ങനെ ഉപയോഗിച്ചത്. അത് കാണിക്കുന്നത് ഇതിൻ്റെ രക്തക്കറൊക്കെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞാടിൻ്റെ തിരുവചനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തതായ അനുഗ്രഹിക്കപ്പെട്ട വചനം അത് നമുക്ക് ഡെയിലി ഉള്ളതാണ്. നാളത്തേക്കുള്ളതല്ല, ഇന്നൊക്കെയുള്ളത് ഇന്ന് ചോദിക്കണം. അതൊക്കെ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ സാധനം നമ്മുടെ പെസഹയുടെ അന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ഞാൻ കർത്താവിന് പ്രാപിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നു? കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവ് യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കർത്താവ് യേശു പാനപാത്രം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുന്തിരിച്ചാറ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ വാക്കുകളായിരിക്കുന്ന ബ്രെഡ് അത് കഴിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരിക്കലും
പക്ഷെ ഒരിക്കൽ നമ്മുടെ ഷാജി പത്രസ്മൃതി പറഞ്ഞപ്പോഴാണ് ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കാനെന്ന് മനസ്സിലായത്. എൻവലപ്പ് എന്ന് വാക്ക് കേട്ടിട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട് എൻവലപ്പ് എന്ന് വെച്ചാൽ? എൻവലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കവർ എന്നല്ല അർത്ഥം. എന്താ, എന്തിനാ കവർ? അതിനോട് സാധനം അടച്ചു കഴിഞ്ഞാൽ അതതിനോട് ബന്ധനമാണ്. ശരിയാണോ? അല്ലാണ്ട് ഒരു സഞ്ചിയാൻ മേടിച്ചോ, സഞ്ചിക്ക് സാധനം അടിക്കോട്ടെ ഓട്ടക്കോട്ടെ താഴ്ത്തു പോയാലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ ദിവസം അത്രയ്ക്ക് ബലല്ലേ? നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം തന്നെയല്ല. എൻവലപ്പിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു സത്യം പോയില്ല. എൻവലപ്പില്ല കേട്ടോ. ആ സ്നേഹം കാരണം കർത്താവ് സ്ഥാപിച്ച ഒരു ശുശ്രൂഷയാണ്. ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. മരണം വരെ എൻ്റെ മരണത്തെ നിങ്ങൾ ഓർക്കണം. എൻ്റെ സ്നേഹത്തോട് വലിയ സ്നേഹമില്ലെന്ന്, എൻ്റെ കരുതലേക്കാൾ വലിയ കരുതലില്ലാന്ന് നിങ്ങളതുകൊണ്ട് തിരിച്ചു പറഞ്ഞു. എൻ്റെ സ്നേഹത്തെ നിലനിൽക്കണം. നിങ്ങളുടെ മരണം വരെ എന്നെ ഉദ്ഘോഷിക്കണം. സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് കഴിയില്ല. അതുകൊണ്ട് കർത്താവ് സ്ഥാപിച്ചു. ചില ആൾക്കാർ ഇതിലേക്ക് കരഞ്ഞിട്ട് പഠിക്കും. നമുക്ക് ഓർമ്മയുള്ളവരാണല്ലോ, ക്ഷമിക്കാത്തവരാണ്. കർത്താവ് ഏതെങ്കിലും കുറ്റം ചൊല്ലി നമ്മളെ വഴക്കടിച്ച് നീ എന്നെ മോഹൻ തല്ലിക്കൊടുക്കാൻ പറയും? ഒരിക്കലുമില്ല. കർത്താവ് സ്നേഹിക്കും, ശക്തീകരിക്കും, തലപ്പെടുത്തും. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, രോഗങ്ങളെ സൗഖ്യമാക്കും. ഈ പെസ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ പുതിയ ബുദ്ധി പറയുന്ന അവൻ പെസ കുഞ്ഞാട് തൻ്റെ ദേഹത്തിന് അടിപ്പിണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ കുറിച്ചാണ് യെശയ്യാ 53 പറയുന്നത്. ആ 53 വാക്യമെടുത്ത പത്രോസ് പറയുന്നത് എനിക്ക് സൗഖ്യമുണ്ടെന്ന്. അതുകൊണ്ട് സൗഖ്യം നമുക്ക് സ്വന്തമാണ്, സമാധാനം നമുക്ക് സ്വന്തമാണ്. ഇനി ഒന്നും ഇല്ലാതെ വെക്കൂ. സമാധാനമില്ല, സൗഖ്യമില്ല, ഒന്നുമില്ല എങ്കിൽ അതിന് ഉളവാക്കാനും സൃഷ്ടിക്കാനും ആർക്ക് കഴിയും? രോഗശാന്തി ഇല്ല എന്ന് പറഞ്ഞിടത്ത് പറയാം, കർത്താവേ അങ്ങേക്ക് രോഗശാന്തി വരുത്താൻ കഴിയും. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാ സ്വർഗത്തിൽ. അറക്കപ്പെട്ട കുഞ്ഞാണ് സകലത്തിന് യോഗ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് മെസ്സിയിലേക്ക് നമുക്ക് കടക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കുന്ന, ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിനെ കാണുന്ന ക്രൂശിനെ കാണുന്ന പ്രാണനാഥൻ, പ്രാണനാഥൻ എന്റെ കാരുണ്യവാനായ ദൈവമേ, അടിയുടെ കരത്തിലിരിക്കുന്ന യാക്കോബിനെ ഒരിക്കൽ കൂടെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണം. അങ്ങ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങൾക്ക് സമാധാനം നൽകുവാൻ, ഞങ്ങൾക്ക് പാപമോചനം നൽകുവാൻ, അങ്ങയെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് അനുവദിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ ചിന്തപ്പെട്ട രക്തം ഒരു പുതിയ ഉടമ്പടിയാണല്ലോ. അത് പ്രതികാരത്തിനായിട്ട് ദാഹിക്കുന്ന രക്തമല്ല, ഞങ്ങളോട് ഗുണകരമായി സംസാരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹല്ലേലൂയ. അതിന് നിദാനമായിട്ടാണല്ലോ ഈ മുന്തിരിച്ചാറ് അടിയുടെ കൈകളിലായിരിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു.
അങ്ങ് ഉടമ്പടികളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കു മാറാത്തവനാണ് കർത്താവേ. കർത്താവ്, ഞങ്ങൾ ഈ സമയം ഹല്ലേലൂയ അങ്ങനെ ദേഹമെന്ന തിരിശീല രണ്ടായി ചീന്തി ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവെ ഒരു ഗ്രേസ് റൂമില് കർത്താവെ ഒരു ഹല്ലേലൂയ കൃപാധിക്യത്തില് ഹല്ലേലൂയ ഒരു ത്രോൺ ഓഫ് ഗ്രേസില് കർത്താവെ കൃപാസനത്തില് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ഒരു പുത്രസ്വീകാര്യത നൽകിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളിതിന് അയോഗ്യരായിരുന്നു, ഞങ്ങൾക്കതിന് യാതൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ രക്തത്താൽ ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അങ്ങ് ഞങ്ങളുടെ കുഞ്ഞാട്, അങ്ങയുടെ രക്തം പരിശുദ്ധം. ഹല്ലേലൂയ തിരുക്കരത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തിയിരിക്കുന്നു. അങ്ങയുടെ ദേഹത്ത് വീണ് അടിപ്പെടാൻ ഞങ്ങൾക്ക് സൗഖ്യം. ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം. തിരുക്കരത്തിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. യോഗ്യതയോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ അതുല്യമായ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവായ യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നന്ദി കർത്താവ്, നന്ദി യേശു, നന്ദി യേശുവേ. കർത്താവ്, ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറായി. അങ്ങയുടെ ദേഹത്ത് വീണ അടിപ്പിണരുകൾ ഹല്ലേലൂയ, മുഖത്ത് തുപ്പലേറ്റു. ഹല്ലേലൂയ സ്തോത്രം. 39 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ചാട്ടവാറടികൾ ഏറ്റപ്പോൾ അങ്ങയുടെ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പല സ്ഥലത്തേക്കും പോയി. ഹല്ലേലൂയ സ്തോത്രം. തിരുക്കരത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം കർത്താവായ യേശു പാനപാത്രം എടുത്തു. കർത്താവായ യേശുവിന് പറഞ്ഞു, ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു, രക്തത്തിലുള്ള പുതിയ ഉടമ്പടി, സ്നേഹത്തിലുള്ള ഉടമ്പടി. ഹല്ലേലൂയ. അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഉടമ്പടി. ഹല്ലേലൂയ. ആ ഉടമ്പടി പ്രകാരം എൻ്റെ രക്തം പാനം ചെയ്യും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് കർത്താവേ ആ പെസഹായുടെ ആ സമയം, ആ ഭക്ഷണം കഴിഞ്ഞ ശേഷം അദ്ദേഹം ചെയ്ത ഉടമ്പടിക്കായിട്ട് സ്തോത്രം കർത്താവേ. അത് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. ഈ സമയം കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നിട്ടുവാൻ ആഗ്രഹിക്കുന്നത് സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. Oh
നോക്കുകയും